നിഷാൻ, വയനാടിനുമായി ബന്ധപ്പെട്ട അടുത്തൊരു ചോദ്യം. ഓക്കെ ആണോ? വയനാട്ടിൽ, നമ്മുടെ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് വയനാട്. വയനാട്ടിലെ ആദിവാസികളുടെ കഥ പറയുന്ന ഒരു നോവൽ, കൃത്യമായി കുറച്ചുകൂടെ പറഞ്ഞാൽ തിരുനെല്ലിയിലെ ആദിവാസികളുടെ കഥ പറയുന്ന ഒരു മനോഹരമായ നോവലുണ്ട്. എന്താണ് അതിൻ്റെ പേര്? തിരുനെല്ലിയിലെ വയനാട്ടിലെ തിരുനെല്ലി കേന്ദ്രമാക്കി അത് പിന്നീട് സിനിമയായിട്ടുണ്ട്. ആ നോവൽ അതേ പേരിൽ തന്നെ. ആ എഴുത്തുകാരി കഴിഞ്ഞ വർഷമാണ് അന്തരിച്ചത്. മനസ്സിലായി. കിളിക്കാലം എന്നുള്ളത് ആ എഴുത്തുകാരിയുടെ ആത്മകഥയാണ്. ആ എഴുത്തുകാരിയുടെ പേര് പറ. പി വത്സല. ശരിയായ ഉത്തരവാണ്. പി വത്സലയുടെ ആത്മകഥയാണ് കിളിക്കാലം. പക്ഷെ എന്റെ ചോദ്യം അതല്ല, അത് പഠിച്ചു വെക്കണം കേട്ടോ. പി വത്സലയുടെ ആത്മകഥയുടെ പേര് കിളിക്കാലം. ശരിയായ ഉത്തരം. ചോദ്യം അതാണ്. എന്താ? പി വത്സല അവരുടെ ഏറ്റവും പ്രശസ്തമായ നോവൽ ഏതാണ്? വയനാടാണ് പശ്ചാത്തലം. തിരുനെല്ലിയിലെ ആദിവാസികളാണ് വിഷയം. ഒന്നുമല്ല, ഒരൊറ്റ ക്ലൂവും കൂടെ തരാം. ലതാ മങ്കേഷ്കർ. ഏത് ചോറെന്നുള്ളത്? ക്ലൂ എന്താ? ചോറായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക്. ഓക്കെ, ചോർ. ഒരു ഇത് കൂടെ. ലതാ മങ്കേഷ്കർ മലയാളത്തിൽ ഒറ്റപ്പാട്ടേ പാടിയിട്ടുള്ളൂ. കദളി, അതല്ലേ? ഏതാ രണ്ടുപേരും പാടി? ആ ചിത്രത്തിലാണ്. നെല്ലാണ് ശരിയായ ഉത്തരം. ഏതാ? അപ്പൊ കിളിക്കാലം പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ നിബി, അടുത്തൊരു ചോദ്യം നിന്നോട്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടിയത് ആർക്കാണ്? 2025 ബാനു മുഷ്താഖ്. എന്തുകൊണ്ട് അതിന്റെ പ്രാധാന്യം? ഇന്ത്യൻ ആണ്. ഏത് നാട്ടുകാരി? ബംഗാൾ. തെറ്റാണ്. കർണാടക. കന്നഡ എഴുത്തുകാരിയാണ് ബാനു മുഷ്താഖ്. അവരുടെ കൃതി ഏതായിരുന്നു? ഹാർട്ട് ലാമ്പ്. ഈ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് പറയുമ്പോൾ മാത്രം അതിന്റെ കൂടെ തന്നെ നമ്മളൊരു വിവർത്തകയുടെ പേരും പറയണം. അതാരാ? ദീപ ബസ്തി. ശരിയായ ഉത്തരവാണ്. എന്താണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസും നോർമൽ മാൻ ബുക്കർ പ്രൈസും തമ്മിലുള്ള വ്യത്യാസം? ഇപ്പൊ അരുന്ധതി റോയ്ക്ക് കിട്ടിയത് മാൻ ബുക്കർ പ്രൈസ് ആണ്. ഈ അടുത്ത് പ്രഖ്യാപിച്ചത് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ്. അത് പറയാം 26 ഇത് പറ, വ്യത്യാസം എന്താ? ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് മറ്റ് ഭാഷകളിലുള്ള, ഇംഗ്ലീഷിലല്ലാതെയുള്ള ഭാഷകൾ എഴുതിയ കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുന്നതിനാണ്. കറക്റ്റ്. അതാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ്. അതാണ് ബാനു മുഷ്താഖിന് കിട്ടിയത്. എന്നാൽ അരുന്ധതി റോയ്ക്കൊക്കെ കിട്ടിയത് മാൻ ബുക്കർ പ്രൈസ്. അവർ ഇംഗ്ലീഷിൽ തന്നെയാണ് ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എഴുതിയത്. എങ്കിൽ അടുത്ത ചോദ്യം സ്വാഭാവികമായിട്ടും ഈ വർഷത്തെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടിയതാണ് യാങ് ഷുവാങ്സി. ശരിയായ ഉത്തരവാണ്. അവരുടെ ഏത് കൃതി? തായ്വാൻ ട്രാവലോഗ്. ശരിയായ ഉത്തരവാണ്. വിവർത്തകന്റെ പേര് അറിയാവോ? ലിൻ കിങ്. ശരിയായ ഉത്തരവാണ്. ലിൻ കിങ് വിവർത്തനം ചെയ്ത തായ്വാൻ ട്രാവലോഗിനാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്. പുസ്തകം എഴുതിയ ആളുടെ യാങ് ഷുവാങ്സി. ഓക്കെ. മഹാത്മാഗാന്ധി ഇന്ത്യയിലെ ഏതോ ഒരു കവിയെ രാഷ്ട്രകവി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. രവീന്ദ്രനാഥ് ടാഗോറിനെ അല്ല. ചോദ്യം ശ്രദ്ധിക്കുക. ഇന്ത്യയുടെ രാഷ്ട്രകവി എന്ന്, ദേശീയ കവി എന്നൊക്കെ ചോദിച്ചാൽ ഓക്കെ, രവീന്ദ്രനാഥ് ടാഗോർ. മലയാളത്തിലാണെങ്കിൽ അത് വള്ളത്തോൾ നാരായണ മേനോൻ. പക്ഷെ ചോദ്യം കൃത്യമാണ്. മഹാത്മാഗാന്ധി ആരെയാണ് ഇന്ത്യയുടെ രാഷ്ട്രകവി എന്ന് വിശേഷിപ്പിച്ചത്? മൈഥിലി ശരൺ ഗുപ്ത. പേരോർത്ത് വെക്കണം. എന്താ? മൈഥിലി ശരൺ ഗുപ്ത. അദ്ദേഹത്തിന്റെ ഏതെങ്കിലും കൃതി നിങ്ങൾക്കറിയോ? എനിക്കറിയത്തില്ല. ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയതുകൊണ്ട് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഉത്തരം എന്താ? മൈഥിലി ശരൺ ഗുപ്ത. ഓക്കെ. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാള കവിയുടെ പേര് പറയാം? ജി ശങ്കരക്കുറുപ്പ്. അങ്ങനെയാണെങ്കിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ കവി? മൈഥിലി ശരൺ ഗുപ്ത. ശരിയായ ഉത്തരവാണ്. മഹാത്മാഗാന്ധി രാഷ്ട്രകവി എന്ന് വിശേഷിപ്പിച്ച നിഷാൻ പേരെന്താ? മൈഥിലി ശരൺ ഗുപ്തയാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ കവി. ഓക്കെ. അതുകൊണ്ടല്ല രാഷ്ട്രകവി എന്ന് വിശേഷിപ്പിച്ച. രാഷ്ട്രകവി എന്ന് വിശേഷിപ്പിക്കപ്പെടാനും മാത്രം പ്രാധാന്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത്. മലയാളത്തിൽ നിന്ന് ജി ശങ്കരക്കുറുപ്പ്. ഓക്കെ. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ പി എൻ പണിക്കർ. പി എൻ പണിക്കരുടെ ഫുൾ ഫോം പറയാമോ? കേട്ടില്ല. പുതുവായിൽ നാരായണ പണിക്കരാണ് കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ പിതാവ്.
PN പണിക്കർ എന്ന പുതുവായിൽ നാരായണ പണിക്കർ. നിഷാൻ 1977 ഔപചാരിക വിദ്യാഭ്യാസം അനൗപചാരിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ, അതായത് സ്കൂളിലൊന്നും പോയി കൃത്യമായിട്ട് വിദ്യ അഭ്യസിപ്പിക്കാൻ പറ്റാത്തവർക്ക് അവരെ പഠിപ്പിക്കാനും അവരുടെ വിദ്യാഭ്യാസത്തിനും ഒക്കെ വേണ്ടിയായി PN പണിക്കർ ഒരു സംഘടന രൂപീകരിച്ചു. കാൻഫെഡ്. എന്താണ് അതിന്റെ പേര്? കാൻഫെഡ്. നിഷാൻ നിങ്ങൾ അതിന്റെ ഫുൾ ഫോം പറഞ്ഞോളൂ. കേരള അസോസിയേഷൻ ഫോർ കേരള അസോസിയേഷൻ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ. തേങ്ങ അറിയാൻ പറ്റുന്നത് മനസ്സിലായി. ഫെഡിന്റെ കേരള അസോസിയേഷൻ ഫോർ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ അല്ല, കേരള അസോസിയേഷൻ ഫോർ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആണ് കാൻഫെഡ്. ഓക്കെ, എങ്കിൽ അടുത്ത ചോദ്യം. വായനാ ദിനം അദ്ദേഹത്തിന്റെ വായനാ ദിനം എന്താണ്? ഓക്കെ, വായനാ ദിനം എന്ന അദ്ദേഹത്തിന്റെ ചരമദിനം എന്ന് ജൂൺ 19. ഏത് വർഷമാണ് അദ്ദേഹം മരിച്ചത്? 1996. തെറ്റ്. 1995 അദ്ദേഹം മരിക്കുന്നത്. ഓക്കെ, അല്ല ഉദ്ദേശിക്കുന്നൊന്നും പ്രസക്തിയില്ല. ചോദ്യം ഓക്കെ, ചോദ്യം ഇതാണ്. 1995 അദ്ദേഹം അന്തരിച്ചു. പക്ഷെ എന്നു മുതലാണ് വായനാ ദിനം ആചരിച്ചു തുടങ്ങിയെന്ന് ചോദിച്ചാൽ 1996 മുതൽ. ഓക്കെ, PN പണിക്കരുടെ പേരിൽ നമ്മുടെ തപാൽ വകുപ്പ് സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ട്. ഏത് വർഷം? 2004. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2004 എന്നാണ്? ജൂൺ 19. ഭയങ്കരമായ ഒരു ഗസ് ആയി പോയി. 2004 വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതിൽ കൂടുതൽ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാവരും എടുത്ത് കാണാൻ നമ്മുടെ പഴയ എപ്പിസോഡുകൾ. ഓക്കെ, അപ്പം അത് കാണുന്നതിനൊപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കൂടെ ഒരു കാര്യം കൂടെ, ഇപ്പൊ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജോയിൻ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഒരു സൂപ്പർ താങ്ക്സ് കൂടെ തരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ SK പൊറ്റക്കാടിന് ജ്ഞാനപീഠ അവാർഡ് കിട്ടിയ വർഷം പറ. 1980. 1980. നിഷാൻ 1980. ആകെ 6 കേരളീയർക്കേ ജ്ഞാനപീഠം കിട്ടിയിട്ടുള്ളൂ. അത് ആർക്കാണ്? ആ വർഷങ്ങളെല്ലാം പഠിക്കണ്ടേ? 1980. ഓക്കെ, SK പൊറ്റക്കാടിന് ജ്ഞാനപീഠം കിട്ടിയ കൃതി ഏതാ? ഒരു ദേശത്തിന്റെ കഥ. ശരിയായ ഉത്തരവാണ്. സമഗ്ര സംഭാവന. അങ്ങനെയല്ല, ആദ്യ ഘട്ടങ്ങളിലുള്ളവർക്ക് ഓടക്കുഴലല്ലേ കിട്ടിയത്. പിന്നീട്. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ SK പൊറ്റക്കാടിന് ഒരു ദേശത്തിന്റെ കഥയാണല്ലോ, അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോ അതിന്റെ പേരെന്താണെന്നറിയോ? ടെയിൽസ് ഓഫ് അതിരാണി. അപ്പോൾ ഒരു ദേശത്തിന്റെ കഥയുടെ പ്രധാനപ്പെട്ട സ്ഥലം ഏതാ? അതിരാണിപ്പാട് അല്ലെ? അതിരാണിയാണ്. അതിരാണി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ഓക്കെ, അതിരാണിപ്പാടത്തേക്ക് വരുന്നു. അതിരാണിപ്പാടയില്ല, അതിരാണി എന്നുള്ള അല്ലേ? ശ്രീധരൻ അല്ലേ? ആണോ? ശ്രീധരനാണ് അതിലെ പ്രധാനപ്പെട്ട നായകഥാപാത്രം. ശരി. എങ്കിൽ മിഠായി തെരുവിന്റെ, നമ്മൾ കോഴിക്കോട് മിഠായി തെരുവിൽ പോയാൽ അവിടെ ആ മിഠായി തെരുവിന്റെ പ്രവേശന കവാടത്തിൽ തന്നെ ഒരു സാഹിത്യകാരന്റെ പ്രതിമയുണ്ട്. ആരാ? SK പൊറ്റക്കാട്. നിബി, മിഠായി തെരുവിന്റെ പശ്ചാത്തലത്തിൽ SK പൊറ്റക്കാട് എഴുതിയ കൃതി. ഒരു തെരുവിന്റെ കഥ. ശരിയായ ഉത്തരവാണ്. അങ്ങനെയാണെങ്കിൽ നിഷാൻ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവൽ, SK പൊറ്റക്കാടിന്റെ ആദ്യത്തെ നോവൽ എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ അതൊരു സാമൂഹ്യ നോവൽ കൂടിയാണ്. ആദ്യത്തെ നോവൽ ഞാൻ നിഷയോട് പറയാം. പട്ടണപ്രേമം, നാടൻ പ്രേമം, ന്യൂജൻ പ്രേമം, ഗ്രാമീണ പ്രേമം. ഇതിലേതാ? ന്യൂജൻ പ്രേമം, നാടൻ പ്രേമം, പട്ടണപ്രേമം, ഗ്രാമപ്രേമം. ഏതാ ശരിക്കും? എന്താ SK പൊറ്റക്കാടിന്റെ ആദ്യത്തെ കൃതി? നാടൻ പ്രേമം. ഇത്രയും വലിയൊരു ക്ലൂ കിട്ടിയിട്ട് പറയാം. നാടൻ പ്രേമം ശരിയായ ഉത്തരവാണ്. ഒരൊറ്റ ചോദ്യം കൂടെ. SK പൊറ്റക്കാടിന്റെ ആത്മകഥ. SK പൊറ്റക്കാടിന്റെ ആത്മകഥ. എന്റെ വഴിയമ്പലങ്ങൾ. കാരണം ഒരു നോവലിസ്റ്റിനേക്കാളൊക്കെ SK പൊറ്റക്കാട് അറിയപ്പെടുന്ന ഒരു സഞ്ചാര സാഹിത്യകാരനായിട്ടാണ്. പലതവണയായിട്ട് നമ്മുടെ കുത്തമ്മിനാറിലല്ലേ സൈക്കിൾ ഓടിച്ചിട്ടുണ്ട്. ഡൽഹിന്നോ? എന്തായാലും ഡൽഹിയിൽ എങ്ങനെ പോയോ ഇല്ലെന്ന് അറിയില്ല. ഡൽഹിയിൽ ഇന്ത്യൻ പാർലമെന്റിൽ അദ്ദേഹം പോയിട്ടുണ്ട്. കാരണം ഇലക്ഷനിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. ഏത് മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചത്? SK പൊറ്റക്കാട്. SK പൊറ്റക്കാട് ജയിച്ചത്. നിബി മറ്റേ മിഠായി ചോദ്യമൊക്കെ പട്ടി ചോദിച്ചിട്ടുള്ള ആരെ? ഏത് മണ്ഡലത്തിൽ? തലശ്ശേരി മണ്ഡലം. ഏതാ?
തലശ്ശേരിയാണ്. തലശ്ശേരിയിൽ നിന്നാണ്. ആരെയാ പരാജയപ്പെടുത്തിയത് ഇലക്ഷൻ? സുകുമാർ അഴീക്കോടിനെ. മറ്റൊരു പ്രസംഗകനും പ്രഭാഷകനും എഴുത്തുകാരനുമൊക്കെയായ സുകുമാർ അഴീക്കോടിനെ. സുകുമാർ അഴീക്കോടിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതി, ഒറ്റ കൃതിയുടെ പേര് പറയാൻ പറഞ്ഞാൽ ഒരുപാട് കൃതികളുണ്ട്, അതിൽ ഏറ്റവും പ്രശസ്തമായത് തത്വമസി. അഴീക്കോടിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതി തത്വമസി. എന്തേലും ആകട്ടെ. ഒരു ചോദ്യം കൂടി, ഒറ്റ ചോദ്യം കൂടി. ഈ എസ്.കെ. പൊറ്റക്കാടിന്റെ പാർലമെന്റ് അനുഭവങ്ങളെല്ലാം കൂടെ ചേർത്ത് അദ്ദേഹം ഒരു പുസ്തകം എഴുതി. എനിക്ക് തോന്നുന്നത് പ്രകാശിപ്പിക്കപ്പെടുകയോ പുസ്തക രൂപത്തിലേക്ക് ആദ്യം എത്തുകയോ മരണത്തിന് ശേഷമായിരുന്നു തോന്നുന്നു റിലീസായത്. ഏതാണ് ആ പുസ്തകം? എസ്.കെ. പൊറ്റക്കാടിന്റെ പാർലമെന്റ് അനുഭവങ്ങൾ. നോർത്ത് അവന്യൂ. എന്താ പുസ്തകത്തിന്റെ പേര്? നോർത്ത് അവന്യൂ. ഏതാ? നോർത്ത് അവന്യൂ. ഓക്കെ ആണോ? ഓക്കെ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വേണം അടുത്ത വീഡിയോ നിങ്ങൾ കാണുന്നത്. നല്ലല്ലേ, നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്താലല്ലേ വീഡിയോ ഇടാൻ പറ്റും. അപ്പം പുതിയ വീഡിയോ കാണാം. ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും നിശാനൊപ്പം.